Welcome back to our channel. ാണ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ ഡിമാർട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. നമ്മൾ എവിടുത്തെ ഡിമാർട്ടിലാണ്? ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തുള്ളത് അല്ലേ? നല്ല റഷാണ് കേട്ടോ. നല്ല റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റഷ്. പാർക്കിങ്ങിലൊക്കെ ഞങ്ങൾക്കൊക്കെ ഭാഗ്യത്തിന് കിട്ടിയത് ഒരു വണ്ടി നിർത്താനുള്ള സ്ഥലം.
ബെഡ്ഷീറ്റുകൾ, ഡബിൾ ബെഡിൻ്റെ ഷീറ്റൊക്കെ, പില്ലോൻ്റെ കവറും എല്ലാം കൂടെ ചേർത്തിട്ട് 399 ഒക്കെയാണ്. സിംഗിൾ ബെഡിനുള്ളത് 199. ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഡിമാർട്ടിൻ്റെ ആപ്പ് ഉണ്ട്, അപ്പോൾ അതുവഴി ഓൺലൈനിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എവിടേക്കാ പോവാ? വീട്ടിൽ പോവാം. ചെട്ടിയാർ കിച്ചണിൽ പോവാം. കൊത്തു പൊറോട്ട കഴിക്കാൻ. ഓക്കേ. അങ്ങനെ നമ്മുടെ ഡിമാർട്ടിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചുള്ളൂ. ഭയങ്കര റഷ് ആയിരുന്നു അവിടെ. അതെ, നമ്മള് കുറച്ച് ദിവസം മുന്നായിരുന്നു നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിമാർട്ടിന്റെ തന്നെ ഓൺലൈൻ ആപ്പ് ഉണ്ട്, അപ്പൊ ഹോം ഡെലിവറി ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പൊ ഭയങ്കര റഷ് അവിടെ. അപ്പൊ നമുക്കൊരു എന്താ വാങ്ങണ്ടെന്നുള്ളൊരു ഐഡിയ തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലെ. ബില്ലിങ്ങിൽ മാത്രം റഷ് ഉണ്ടായിരുന്നില്ല. അതെ, ബില്ലിങ്ങിൽ കുറച്ച് ക്യൂ കുറവായിരുന്നു. പിന്നെ ഇവിടെ 3rd ഫ്ലോർ വരെ ഉണ്ട്. നല്ല അവിടെ എല്ലാ ഫ്ലോറിലും തിരക്കാണ്. അതെ, എല്ലാ വീഡിയോസും പിന്നെ എടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാ സെക്ഷനിലും എല്ലാവിടെയും ഭയങ്കര തിരക്കാണ്. ഇനി ആൾക്കാരനെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ കാണിക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര തിരക്കായതാണ്. അപ്പൊ നമ്മൾ വീഡിയോ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. സൗണ്ട് നോയ്സ് ഭയങ്കര ആയത് കാരണം അവിടുന്ന് സംസാരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിനി നെക്സ്റ്റ് ടൈം എന്തായാലും ഒരു വീക്കെൻഡ് അല്ലാതെ നമുക്ക് നോർമൽ ഡേയ്സിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് ഡിമാർട്ട് ഒരു ടൂർ പോലെ കാണിക്കാം എല്ലാം. അതെ, ശരിക്കും ഡിമാർട്ടിന് സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ. ഗ്രോസറീസ് ആണെങ്കിലും കിട്ടും, പിന്നെ ബാക്കി ഡെക്കറേഷൻ സാധനങ്ങൾ, ഹോം ഡെക്കറിനുള്ളത്, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ കിട്ടും. അഫോർഡബിളും ആണ് നമുക്ക് അല്ലേ. അപ്പൊ നമ്മളിനി അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചെട്ടിയാർ കിച്ചണിലേക്ക് അല്ലേ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഈ ഹൊസറോഡ് സിഗ്നലിൽ നമ്മൾ എപ്പോൾ വന്നാലും ബ്ലോക്ക് ആയിരിക്കും. എവിടെ പോയിട്ട് വന്നാലും ഇവിടെ 5 മിനിറ്റ് നിന്നിട്ട് നമ്മൾ പോകുള്ളൂ അല്ലേ. വൈകുന്നേരം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ ഒരു 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല. അതെ, നമ്മൾ ആ സമയത്ത് വരാറില്ല, നമ്മൾ ഈ സമയത്ത് വരാം. അപ്പൊ നമുക്ക് ബ്ലോക്ക് കിട്ടും. ആദ്യം നമുക്ക് ഇവിടെ വരുമ്പോ ഭയങ്കര റഷ് പോലെ ആയിരുന്നല്ലേ. പിന്നെ അങ്ങനെ ശീലമായി, മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ദിവസം സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് എന്നല്ല, ഡെയിലി ഉണ്ടാവണം മാർക്കറ്റ് ആണല്ലേ. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൈസ് ഒക്കെ നോർമൽ ആയിരിക്കും. അതെ, പ്രൈസ് നമ്മൾ ഈ ചന്തയിൽ കിട്ടുന്ന പോലെ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ചെട്ടിയാർ കിച്ചൺ വരുന്നത് ഈ ശോഭ അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അടിപൊളി. ഇന്ന് ഷോപ്പ് ഇല്ല തോന്നുന്നു. ഷോപ്പ് ക്ലോസിംഗ് അല്ല, ഷോപ്പ് ഈവനിങ്ങിന്റെ ഓപ്പണിംഗ് ടൈം 6:45 ആണ്. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ വന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം അല്ലേ? നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക് ഫുഡ് എന്തായാലും. നോക്കാം എന്താ കഴിക്കാൻ പോണോ? എന്താ കഴിക്കണം? എന്താ നോക്കട്ടെ, ബിരിയാണി കഴിക്കാം. പക്ഷെ ഇന്നലെ ബിരിയാണി കഴിച്ചില്ലേ കല്യാണത്തിന് പോയപ്പോ? ഞാൻ കൊത്തു പൊറോട്ട കഴിക്കണം. ഞങ്ങൾ അന്നൊരു ദിവസം ഇവിടെ വന്ന് കൊത്തു പൊറോട്ട കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ നല്ലതായിരിക്കും, പിന്നെ അതേ സാധനം കഴിക്കാൻ പോകുമ്പോൾ പിന്നെ അത് കിട്ടില്ല, അതേ ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. ആസ്വദിക്കാൻ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എവിടെ നിന്ന് ഫുഡ് കഴിച്ചാലും ആ കടയിലേക്ക് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ പാടില്ല. കാരണം ഫസ്റ്റ് പ്രാവശ്യം കഴിച്ച ടേസ്റ്റ് ഞങ്ങൾക്ക് സെക്കൻഡ് പ്രാവശ്യം കിട്ടില്ല. പിന്നെ ഓരോ ഹോട്ടലും അവരുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫേമസ് ആയിട്ടുള്ള ഫുഡ്, മൂവബിൾ ഫുഡ് ഉണ്ടാവില്ലേ, അത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ സെയിലാവുന്ന ഫുഡ് ഉണ്ടാവില്ല, അത് കഴിച്ചാൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. അല്ല ഇങ്ങനെ കുറെ ചിലപ്പോൾ ചില സാധനങ്ങൾ പഴയതൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ചൂടാക്കി തരും, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട് അതുപോലെ, എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അപ്പോൾ ചെട്ടിയാർ കിച്ചൺ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കാറിൽ. എത്ര പേര് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പോയതല്ലേ നോക്കിയിട്ട്? ഒരുപാട് പേര് വന്നിട്ട് പോയി. ക്ലോസ് ആണ് വിചാരിച്ചിട്ട്. പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുണ്ടല്ലേ പെപ്പറിൻ്റെ. ചിക്കനൊക്കെ ഭയങ്കര കൂട്ടാം. ഭയങ്കര